വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, CJP-യുടെ സമരം ഇന്ന് ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഏഷ്യാനെറ്റ് ആ വാർത്ത ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അബ്ജോദ് വർഗീസ് ആണ് ആ വാർത്ത അവതരിപ്പിക്കുന്നത്. അയാൾ ഒരു വാർത്താ അവതാരകൻ മാത്രമാണ്. ഈ വാർത്തയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ഒന്നുകിൽ ഡൽഹിയിൽ നിന്ന് വരുന്നതായിരിക്കാം, അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള റിപ്പോർട്ടർമാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. അതിൽ പറയുന്നത് CJP-യുടെ സമരത്തിൽ എത്ര കലാപരമായിട്ടാണ് അവർ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പ്ലക്കാർഡുകൾ എല്ലാം ഇവര് പൊക്കി കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്ര കലാപരമായിരുന്നു അവിടുത്തെ സമരം എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചുമ്മാ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കൂടെ പോകുന്ന കാര്യമാണ്. എത്ര മാധ്യമപ്രവർത്തകർ അവിടെ ആക്രമിക്കപ്പെട്ടു? നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ആരെങ്കിലും രോഷം ഉയർന്നോ? ഇല്ല. ഒരു മാധ്യമപ്രവർത്തകൻ മഴയത്ത് നനഞ്ഞു നിന്നുകൊണ്ട് അയാള് റിപ്പോർട്ട് ചെയ്യുകയാണ് സി ന്യൂസിലെ. അപ്പൊ അയാൾക്ക് ചുറ്റും കൂടി നിന്ന് അയാൾ അധിക്ഷേപിക്കുകയാണ്. കേരളത്തിലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ നിലപാട് എന്തായിരിക്കും എന്നറിയണം. ഫീമെയിൽ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഓടുകയാണ്. അവർ ഓടിയിട്ട് അവരെ പിറകെ ഉമ്മാര് കൈകൊട്ടി അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ലൈംഗികപരമായിട്ടാണ് അധിക്ഷേപിക്കുന്നത്. ലൈംഗികപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഓടുകയാണ്. ചില പ്ലക്കാർഡുകളുണ്ട്, ചിലതല്ല, ഭൂരിഭാഗം പ്ലക്കാർഡുകളുണ്ട്. അത് എനിക്കിവിടെ കാണിക്കാനായിട്ട് നിർവാഹമില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒഫൻസീവായി പോകും എന്നുള്ളത് കൊണ്ടാണ്. ഒരു പെൺകുട്ടിയോട് ഒരു മാധ്യമം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ സമരത്തിനെത്തിയത്? ഉടനെ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം മാറി കേട്ടോ. ഇവരുടെ എല്ലാ വീഡിയോസും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കളിക്കുകയാണ്. പല ആൾക്കാരിനെ അറിയേണ്ടത് ഇവരുടെ വീട് എവിടെയാണ്. എനിക്ക് ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കണം. കൊല്ലാനോ ഒന്നും, ഒരു കേസ് കൊടുക്കണം. പ്രധാനമന്ത്രി മോദിയെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ സർക്കാർ കേസ് എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് കേസ് കൊടുക്കാമല്ലോ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അവര് പറയുന്നത് പ്രധാനമന്ത്രി മോദിക്ക് പീരീഡ്സ് ആണോ? പ്രധാനമന്ത്രി മോദിക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണോ അയാൾ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതിരിക്കുന്നത്? അപ്പൊ ഉടനെ തിരിച്ച് അയാൾ ചോദിക്കുന്നുണ്ട്, ഈ മോദി ഒരു പുരുഷനല്ലേ, അയാൾക്ക് പീരീഡ്സ് ആവില്ലല്ലോ? മോദിക്ക് പീരീഡ്സും മ്യൂസിങ്സും ഉണ്ട്. അപ്പൊ റിപ്പോർട്ടർ ചോദിക്കുന്നത്, മോദി പീരീഡ്സ് ആവില്ലല്ലോ, മോദിക്ക് പുരുഷനല്ലേ? ഓ, മോദി പുരുഷനാണോ? എനിക്കത് ഇപ്പോഴാണ്, ഞാൻ വിചാരിച്ചു അവൻ പെണ്ണാണെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അത് അധിക്ഷേപിക്കുന്നത് എത്ര ഹീനമായിട്ടാണെന്നറിയാം. നമ്മുടെ ബാഹുബലിയിൽ ഒരു സീനുണ്ട്. ബാഹുബലിയിൽ ഈ കാലകേയന്മാർ എന്ന് പറയുന്ന ബാർബേറിയൻ ടീംസ് വരും. ഈ ബാർബേറിയൻ ടീംസ് വരുമ്പോൾ ഈ ശിവഗാമി ദേവി എന്ന് പറയുന്ന അതിനകത്ത് നിൽക്കുന്ന ആ സ്ത്രീയോട് യവന്മാര് പറയുന്നുണ്ട്, നിന്റെ രാജ്യം ഞാൻ ആക്രമിച്ച് നിന്റെ 2 മക്കളും കൊല്ലപ്പെടുകയാണെങ്കിൽ നിന്നെയും ഞാൻ ആക്രമിച്ച് നിനക്ക് എന്നിലൊരു കൊച്ചിനെ തരാമെന്ന് പറയുന്നുണ്ട്. സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിച്ചത് അയാളുടെ അച്ഛനല്ല. അയാളുടെ അച്ഛൻ പ്രധാനമന്ത്രി ജനിക്കുന്ന മുമ്പേ മരിച്ചുപോയി. പിന്നെ ആരുടെ കൊച്ചാണ് ഇയാൾ എന്ന് ചോദിക്കുന്ന രീതി. പ്രധാനമന്ത്രിയെ കുറിച്ച് വേറൊരു പരാമർശം, ഇതൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള പരാമർശമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ തലവേദനയാണ്, തലവേദന മാറ്റാനായിട്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി, ലേക്കിൻ മോദി മർദ് ഹേ, മോദി ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞ്. ദെൻ ധർമ്മേന്ദ്ര പ്രധാനെ ഉദ്ദേശിച്ചുകൊണ്ട്, ഡോണ്ട് ഡാഷ് വിത്ത് ദ സ്റ്റുഡൻസ്, ജസ്റ്റ് ഗോ ആൻഡ് ഡാഷ് വിത്ത് യുവർ വൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് പ്ലക്കാർഡുകൾ ഉയർത്തി വച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്ത്രീയായി ചിത്രീകരിച്ച് നഗ്ന ശരീരം, ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്ത്രീയായിട്ട് ചിത്രീകരിച്ച മോർഫ് ചെയ്ത ഫോട്ടോ പ്രധാനമന്ത്രിയുടെ മുഖമാണ്. ആ മുഖമായിട്ട് ചിത്രീകരിച്ചിട്ട് ആ പ്രധാനമന്ത്രി ആ ഒരു ചിത്രത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആര്? ഇവിടെയുള്ള സ്റ്റുഡൻസ്. ലൈംഗികം, അതായത് പ്രധാനമന്ത്രിയെ നമ്മൾ ഇതാ തകർത്തിരിക്കുന്നു എന്ന് കാണിക്കാനുള്ള സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ കേരളത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാതെ ഒരു വാക്ക് പറഞ്ഞാൽ പോലും തെറിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളം. പക്ഷെ ഇവര് പറഞ്ഞില്ല കേട്ടോ ആരും. ഈ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ മതനിരപേക്ഷ അല്ലെങ്കിൽ ഇടതുപക്ഷ പറഞ്ഞില്ല. കാരണം ഈ ഇടയ്ക്ക് ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, കേരളത്തിലുള്ള ഒരു സ്ത്രീ, വളരെ ഫേമസ് ആണ് അവർ, ഫെമിനിസ്റ്റുകളുമായിട്ട് കൂട്ടുകൂട്ടുന്നവരുടെ ഭാഗ്യം, കാരണം അവർക്ക് സെക്സിന് ഒരു പഞ്ഞവും കാണില്ല. പച്ചയ്ക്ക് അധിക്ഷേപം പോലെ. ഇപ്പൊ ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, താങ്കൾ ഒരു ഫെമിനിസ്റ്റ് ആണ്, ഇപ്പൊ എന്റെ ഭാര്യ ഒരു ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഫെമിനിസ്റ്റ് ആണ്, അവരെ അധിക്ഷേപിക്കണം ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവര് നിരന്തരം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉത്തരേന്ത്യയിലെ ഈ മോബ് ലിഞ്ചിങ്. ഉത്തരേന്ത്യക്കാർ അപരിഷ്കൃതരാണ്, അവര് മോബ് ലിഞ്ച് ചെയ്യും, ആൾക്കൂട്ട ആക്രമണം. ഇനി ഇവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? എത്ര പോലീസുകാരെയാണ് അവിടെ മോബ് ലിഞ്ച് ചെയ്തത്? എത്ര സ്ത്രീകളെയാണ് അവിടെ കയറി പിടിക്കാൻ അവന്മാർ ശ്രമിച്ചത്? എത്ര ജേർണലിസ്റ്റുകളെയാണ് അവിടെ അപമാനിച്ചത്? ഒരു ജേർണലിസ്റ്റുകൾ ജീവനും കൊണ്ട് ഓടുകയാണ്. അതിന്റെ വിഷ്വൽസ് എല്ലാം ഉണ്ട്. ഇപ്പോ
ആ വിഷ്വൽസ് ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്മാര് അതിഭീകരമായിട്ട്. കാര്യമുണ്ട്, ഡൽഹി പോലീസ് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഒരുപാട് പേരുടെ പിക്ചേഴ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. പിക്ചേഴ്സ് എടുത്തിട്ട് ഇവരുടെ വീട് എവിടെയാണ്, ഇവരുടെ അഡ്രസ് ഒന്ന് തരും, ഇവർക്കെതിരെ എനിക്കൊരു പരാതി ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ രംഗത്തെത്തുന്നുണ്ട്. ഇൻസൾട്ടിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ. BNS വകുപ്പ് 79, 3 വർഷം വരെ തടവും പിഴയും. സോഷ്യൽ മീഡിയ വഴി സ്ത്രീയെ ലൈംഗികമായി അധിക്ഷേപിക്കൽ, അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ. BNSലെ അനുയോജ്യ വകുപ്പുകളും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 67A 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും. പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി, BNS വകുപ്പ് 351, ക്രിമിനൽ ഇന്റിമിഡേഷൻ 2 മുതൽ 7 വർഷം വരെ തടവ്. ഗുരുതര സാഹചര്യങ്ങൾ കൂടുതൽ വകുപ്പുകൾ ചുമത്താം. പാർലമെന്റ് ആക്രമിക്കാനോ തകർക്കാനോ ആളുകളെ പ്രേരിപ്പിക്കൽ, BNS വകുപ്പ് 152. രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയായ പ്രവർത്തനങ്ങൾ കൂടാതെ സാഹചര്യത്തിനനുസരിച്ച് UAPA പോലുള്ള നിയമങ്ങളും ബാധകം. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 7 വർഷം വരെ തടവ് പ്ലസ് പിഴ. സ്ത്രീകളുടെ മഹത്വത്തെ അപമാനിക്കൽ, BNS വകുപ്പ് 79, 3 വർഷം വരെ തടവ് പ്ലസ് പിഴ. സോഷ്യൽ മീഡിയ വഴി കള്ളം പറഞ്ഞ് അപകീർത്തിപ്പെടുത്തൽ, ഡിഫമേഷൻ, BNS വകുപ്പ് 356, 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും. ഒരുപാട് ഇതൊന്നും അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി, അവർ ജീവിച്ചിരിക്കുക പോലുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ട്. എന്റെ അമ്മയുടെ ശരീരം ഇപ്പോൾ ഈ ലോകത്തില്ല, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ അമ്മയെ എന്തിനാണ് അപമാനിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ തൊണ്ടയിടറി പറയുന്ന ഒരു വിഷ്വല് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിഭീകരമായിട്ട് സർക്കുലേറ്റ് ആവുന്നുണ്ട്. വാ തുറന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച്. നമ്മുടെ കേരളത്തിൽ നമ്മളൊരു സമരം നടക്കുകയാണെങ്കിൽ ഇവിടെ സംഘപരിവാറുകാരുണ്ടല്ലോ, ഇവരാണല്ലോ ഇവിടെയുള്ള ഏറ്റവും വലിയ തല്ലിപ്പൊളികൾ എന്നാണല്ലോ ഇടതുപക്ഷ മതനിരപേക്ഷ മറ്റേ സെറ്റപ്പ് അവന്മാര് പറയുന്നത്, ലെഫ്റ്റിസ്റ്റ് ടീം പറയുന്നത്. ഇവിടെ പിണറായി വിജയന്റെ എതിരെ എന്തോരം സമരം വന്നു, അയാളെ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കുന്നതിന് പകരം ഇവിടെയുള്ള സംഘപരിവാർ ഏതെങ്കിലും ഒരാള്, അതായത് എന്തെങ്കിലും ലൈംഗികപരമായിട്ടൊരു അധിക്ഷേപം ഉന്നയിച്ചോ? ഈ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ ചുമതലയേറ്റിരിക്കുമ്പോൾ E20 പെട്രോളിനെ കുറിച്ച് നമ്മൾ ചോദ്യം ചോദിച്ചു ഇല്ലേ? ഞാനും ബിജുചേട്ടനും കൂടെ എത്ര വീഡിയോ ചെയ്തു. നമ്മൾ സംഖ്യകളെല്ലാം ചോദിക്കുന്നുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ റെസിഗ്നേഷൻ വേണം എന്ന് നമ്മൾ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ UGC കൊണ്ടുവന്ന ആക്ട് കൊണ്ടുവന്നപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ അയാൾക്കെതിരെ നമ്മൾ വീഡിയോ എടുത്തു. ABVP അയാൾക്കെതിരെ സമരത്തിന് രംഗത്തിറങ്ങി. ഇവിടെയുള്ള സംഘികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി 20 ദിവസം എവിടെയായിരുന്നു? യവന്മാര് ചോദ്യം ചോദിച്ചോ? ചോദിക്കുന്നില്ല. ഇവിടെ PSCക്കാർ മണ്ണ് തിന്നുന്നു, അല്ലെങ്കിൽ വീണ വിജയൻ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പൈസ വാച്ച് മാമുണ്ണുന്നു. യവന്മാര് ചോദിച്ചോ? ഇല്ല. പകരം യവന്മാര് ED ആക്രമിക്കാനാണ് നിന്നത്. എന്നിട്ട് യവന്മാര് നമ്മളെ നോക്കി പറയാണ് നമ്മൾ അന്ധഭക്തന്മാരാണ്, നമ്മളാണ് അന്ധഭക്തന്മാർ. ചോദ്യം ചോദിക്കുന്ന നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായ അല്ലെങ്കിൽ നമുക്ക് ദഹിക്കാത്തൊരു കാര്യം ചോദ്യം ചോദിക്കുന്ന നമ്മൾ അന്ധഭക്തന്മാരും ഇവര് നല്ല പിള്ളകളും. അത് തോന്നുന്നു. ഏഷ്യാനെറ്റിന് ആ വിഷ്വൽസ് ഒക്കെ അമൃതമായിട്ട് തോന്നുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതവർക്ക് തോന്നാം, സ്വാഭാവികം. ഈ രണ്ടാമത്, ഈ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് അവിടെ ഈ കോൺഗ്രസിന്റെ റാലിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്ത് മോശമായ പരാമർശം ഉണ്ടായി. ബീഹാറിൽ എന്തുകൊണ്ട് BJP ജയിച്ചു എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ പരാമർശമായിരുന്നു. അതിന്റെ വീഡിയോസ് എല്ലാം നമ്മളന്ന് വാർത്ത ചെയ്തിരുന്നതാണ്. നമ്മൾ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സ്ത്രീകളോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു, അപ്പൊ അവര് പറയുന്നത് ഞങ്ങളും ഒരു അമ്മയാണ്. പ്രധാനമന്ത്രിയുടെ അമ്മയെ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ അപമാനിക്കലാണ്, ഞങ്ങളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആ ശുദ്ധതയെ നിങ്ങൾ ചോദ്യം ചെയ്യും. ആ സ്ത്രീകളാണ് നിരന്ന് ഇന്ന് വോട്ട് ചെയ്തത്, അല്ല വോട്ട് ചോരിയും കീട്ടുചോരിയും ഒന്നുമല്ല. ആ ഒരൊറ്റ പരാമർശമാണ് ഇവിടെ. ഇത് ആർക്കും അറിയാൻ മേലാത്തൊന്നുമല്ല. നമുക്ക് നമ്മുടെ സുഹൃത്ത് വലയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെ ബന്ധുക്കളിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അല്ലെ, അവരോടൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പരാമർശം ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ എന്തായിരിക്കും വകുപ്പ് എന്ന് വെച്ചാൽ അവർ ഈസി ആയിട്ട് പറഞ്ഞുതരും. BNS 351, 2, 56 ഇതൊക്കെയാണ് ഇതിന്റെ വകുപ്പുകൾ പോലീസിന്. ഇത് കൂടാതെ IT വകുപ്പ് വേറെ ഉണ്ട്, 66, EM, CM ഒക്കെ ഉണ്ട്. അപ്പം ഈ വകുപ്പുകളെല്ലാം ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ ഈ സ്ഥലം മേടിക്കുന്നതൊക്കെയാണ് പലരും കരുതുന്നത്. എല്ലാവരും പറഞ്ഞത് ഇതെന്റെ സ്വകാര്യ ഇടം, നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് 5 സെന്റ് സ്ഥലം മേടിച്ച് വേലി കെട്ടുമല്ലോ എന്ന് പറഞ്ഞതൊക്കെ. വല്ലയിടത്തും കിടക്കുന്ന വല്ലവനും ഫേസ്ബുക്കിൽ ഇച്ചിരി അവൻ തരുന്ന എന്തിനാണ്? അവന്റെ ആഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേജ് നമുക്ക് തരുന്നത്. അവരുടെയാണ് അതിനകത്തൊരു പ്രൊഫൈൽ തുടങ്ങിയിട്ട് പറയുന്നത് എന്റെ സ്വകാര്യ ഇടം. നാളെ അവൻ ഇത് പൂട്ടിക്കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ഇതിനു മുമ്പ് ഒരു ഓർക്കിട്ട് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഫേസ്ബുക്ക് പൂട്ടലിന്റെ വക്കിലാണ് നിൽക്കുന്നത്, അതിന് റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ അത് ഷിഫ്റ്റ് ചെയ്യും. ഈ നാളെ സർക്കാർ പൂട്ടിയാൽ എന്ത് ചെയ്യും? എന്റെ ആധാരം തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? ഞാൻ കരവടയ്ക്കുന്ന സാധനമാണെന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്, ആരുടെയും സ്വകാര്യ ഇവിടെ അല്ല സോഷ്യൽ മീഡിയ. അത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഒരു തെറ്റ് എന്താന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു അക്കൗണ്ടും ആരുടെയും സ്വകാര്യതയല്ല. കാരണം അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും
എന്തുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഫുള്ള് ഈ ഈ ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ട് ഡീറ്റെയിൽസ്. നിങ്ങൾ ചെയ്യുന്ന ചാറ്റ് ആയാലും നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോസ് ആയാലും ഒക്കെ ഫേസ്ബുക്കിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുസൃതി തോന്നിയപ്പോൾ ഇതൊക്കെ ലീക്ക് ചെയ്യാം. അതാണ് ഒരു സുരക്ഷയും ഇല്ലാത്തൊരു സാധനം. അപ്പൊ അത് പബ്ലിക് ഇടമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതിലേക്ക് പോസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്വകാര്യമിടമല്ല, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയെ ആരും വെച്ച് പുലർത്തരുത്. അതിലൊരു പോസ്റ്റ് ഇടുന്നു ഒന്നല്ല, ഇതിപ്പോ ആദ്യ സംഭവമല്ല. കേരളത്തിൽ ഒരു പ്രധാന സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തെറി വിളിക്കും, പിന്നീട് അത് വിവാദമാകുമ്പോൾ മാപ്പ് പറയും. ഒരു പ്രത്യേക സ്റ്റൈലാണ്. അതായത് ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയും, വലിയ കൈയടി മേടിക്കും, റീച്ച് വാങ്ങും. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പൈസ വാങ്ങും. വാങ്ങിയതിന് ശേഷം പിന്നെ മാപ്പ് പറഞ്ഞൊരു വീഡിയോ ഇടും, അതിനും കുറെ റീച്ച് കിട്ടും. ഈ 2 റീച്ച് ഇവർക്ക് കിട്ടും. അപ്പൊ എന്നിട്ട് ഇവര് മാറിയിരുന്ന് ചിരിക്കുന്നത് എന്താ അറിയാ, പൊട്ടന്മാര് പറ്റിച്ചു, ഞങ്ങൾ മാപ്പ് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി കേരളത്തിലുള്ള സകലമാന ജനവും കൂടെ ഈ പാർട്ടികൾക്ക് മാപ്പ് കൊടുത്താലും അത് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞാനും മാപ്പ് കൊടുക്കാൻ തയ്യാറാ. മാപ്പ് കൊടുത്തോണ്ട് പ്രശ്നം തീരൂ? ഇത് കേസ് വേറെ ഇത് വേറെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊലക്കേസ് പ്രതികൾക്കൊക്കെ അതെ, ഇപ്പൊ ചില കൊലക്കേസ് പ്രതികളുണ്ട്. എന്താ മകളെ റേപ്പ് ചെയ്ത് കൊന്നൊരാളെ വെടിവെച്ച് കൊന്ന ഒരു അച്ഛനുണ്ട് ഈ നാട്ടില്, കേരളത്തില്. എന്നാൽ അച്ഛനും കേരളത്തിലെ എല്ലാ ജനങ്ങളും, എല്ലാ അച്ഛന്മാരും, എല്ലാ ആളുകളും ആ അച്ഛനൊപ്പമാണ് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് നാളെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ അച്ഛന് മാപ്പ് തന്നിരിക്കുന്നു, കേസൊന്നും വേണ്ടല്ലോ. പറയാൻ പറ്റില്ലത്. പൊട്ടത്തരം നിങ്ങൾ ആരുടെ പറയുന്നത്? മാപ്പ് പറഞ്ഞത് നല്ല കാര്യം, നിങ്ങൾക്ക് കുറ്റബോധം തോന്നി. കാരണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നാളെ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. മാപ്പ് പറഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാം, പക്ഷെ കേസിൻ്റെതായ വഴി പോവും. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനകത്തൊന്നും ചെയ്യാൻ സർക്കാരിന് പറ്റില്ല. ഇപ്പോ ധനുഷ് തന്നെ ഇവിടെ സൂചിപ്പിച്ച ആദ്യത്തെ ഒരു പറഞ്ഞ ചെറുക്കൻ ഒരു പാവമാണ്, അവനെ കുറിച്ച് വലിയ ബോധമില്ലാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. സംഭവം ശരിയായിരിക്കാം, ബോധമില്ലാതായിരിക്കാം പയ്യൻ പറഞ്ഞത്. പക്ഷെ ആ കേസിനെ സംബന്ധിച്ച് അത് വരുന്നില്ല. ഇപ്പൊ നാട് മുഴുവനാണ് കേസ്. ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ വാർത്തയാണ്, ദില്ലി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷക വിങ് ഉണ്ട്. എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഈ സൈബർ സെല്ല് പ്രവർത്തിക്കുന്ന, സൈബർ വിങ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ദില്ലി പോലീസിന്റെയാണ്. വലിയ ഡേറ്റാസ് ആണ് അവരുടെ ഉള്ളത്. ഡേറ്റാസ് മാത്രമല്ല, വളരെ സ്പീഡിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന, കാരണം ഈ സാമ്പത്തിക തട്ടിപ്പ് അടക്കം വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന. കാരണം ദില്ലിയിൽ എന്തുകൊണ്ടാണ് അത്ര ശക്തമായതെന്ന് ചോദിച്ചാൽ ഈ ടെറർ മൊഡ്യൂൾസ് ഒരുപാടുണ്ട്, അതിനെ ഇവർക്ക് കൈകാര്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരുന്നത്. അവരിപ്പോൾ ആദ്യ ഘട്ടം എന്ന നിലയിൽ സോഷ്യൽ മീഡിയ, അതായത് എക്സ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകൾക്ക് ആ കണ്ടന്റ് നീക്കം ചെയ്യാനായിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം ഇവർക്കൊക്കെ കണ്ടന്റ് നീക്കം ചെയ്യാനായിട്ട് ഇപ്പോൾ നോട്ടീസ് കൊടുത്തു. അത് പ്രാഥമിക നടപടി അങ്ങനെയാണ്. അടുത്തത് ഈ ടീമുകൾക്കാണ് നോട്ടീസ് വരുന്നത്. ഈ അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ്. ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ, ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് കേസുകളുണ്ട്. സാർ എന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചു, എന്നെ അപകീർത്തിപ്പെടുത്തി, നമ്മൾ കേസ് കൊടുക്കുക സാധാരണപ്പെട്ട ആളുകൾ കൊടുക്കാറുണ്ട് അല്ലെ. പോലീസ് അപ്പൊ തന്നെ കേസ് ചാർജ് ചെയ്യും. അവര് ഇടുന്ന വകുപ്പ് ഈ BNSലെ 352-ഉം 353-യും 351-ഉം ഒക്കെയാണ് അവരിടുന്നത്. അപ്പൊ തന്നെ അവർ ചാർജ് ചെയ്യും കേസ്. സാധാരണപ്പെട്ട ജനത്തിന്റെ കാര്യമാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭീകരന്മാര് പോലും പബ്ലിക്കായിട്ട് അത് പറയില്ല. ഏതെങ്കിലും ഭീകരന്മാർ പബ്ലിക്കായിട്ട് ഇന്നാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇല്ല. അപ്പൊ ഭീകരനേക്കാൾ വലിയ ഭീകരരാണ് ഇവരുടെ ഉള്ളിലുള്ളത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. അറിയാതെ പറഞ്ഞോ ആവേശത്തിൽ പറഞ്ഞോ എന്നല്ല. ഈ സോഷ്യൽ മീഡിയയില് പണം കിട്ടി തുടങ്ങിയപ്പോൾ പലരും കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഓക്കെ, നിങ്ങളത് ചെയ്തോളൂ, പണം വാങ്ങിക്കോളൂ, തെറ്റില്ല. പക്ഷെ അതിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പലപ്പോഴും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് ആ വീഡിയോ പ്ലേ ചെയ്യാത്തത്, ഈ വീഡിയോ പ്ലേ ചെയ്യാത്തത്? വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയില്ല, നിയമപരമായി കഴിയില്ല. കാരണം നിയമപരമായി അനുശാസിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാറില്ല. അപ്പൊ നമുക്ക് ആ വീഡിയോസ് പ്ലേ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. കാരണം അത് നിയമവിരുദ്ധമാണ്. കേസ് വേണമെങ്കിൽ എടുക്കാം, അത് യൂട്യൂബിന് തന്നെ വേണമെങ്കിൽ ചാനലിനെതിരെ നടപടി എടുക്കാൻ പറ്റും. അപ്പം ഇവരിത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. എല്ലാ വിഷയങ്ങളും ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുക, ഇത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഇത് ചെയ്യാറുണ്ട്. അതായത് മുഖമില്ലാത്ത ഒരുപാട് അക്കൗണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും മുഖമായിരിക്കും. എന്നിട്ട് ഈ പ്രൊഫൈൽ പൂട്ടി വെക്കും. ഇവരുടെ ധാരണ ഈ പ്രൊഫൈൽ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടത്തില്ലല്ലോ എന്നുള്ളതാണ്. എല്ലാ ഡീറ്റെയിൽസും കിട്ടും. സോഷ്യൽ മീഡിയയിൽ ഒന്നും രഹസ്യമില്ല, എല്ലാം പൊക്കാൻ പറ്റും, എളുപ്പത്തിൽ കിട്ടും. അപ്പം ഈ ഫോട്ടോ ഫേക്ക് ഐ ഡി തുടങ്ങിയിട്ട് ഇത് കണക്കുള്ള വ്യാജ ആരോപണങ്ങളും കാര്യങ്ങളും പുറത്തു വിടുന്നുണ്ട്. അതും ഗുരുതരമായ കുറ്റമാണ്. എനിക്ക് തോന്നുന്നത് BNS 351 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. അതിലേതോ ഒരു വകുപ്പാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് IT ആക്ടിലുണ്ട്. ഇത് തന്നെ 66C-യും E-യും ഉണ്ട് അതിനകത്ത്. അതിലെല്ലാം ഇത് വരുന്നതാണ്. ഇതെല്ലാം വരുന്നു, നടപടി എടുക്കുന്നത് നല്ല കാര്യമാണ്. ഇനിയിപ്പോ
സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പറയുകയാണ് അയ്യോ പാവങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞാലും പോകില്ല ഈ കേസ്. കാരണം ഓരോ പൗരനും കൊണ്ട് കേസ് കൊടുത്തു. എത്ര കേസ് ഇവരുടെ പേര് വന്നിരിക്കുന്നതെന്ന് അറിയാവോ? ഇവരുടെ ധാരണ കേരള പോലീസ് ഞങ്ങളെ ഒന്നും പിടിക്കത്തില്ല കേസ് വന്നാൽ. കേരള പോലീസിൽ മാത്രമല്ല, ഈ രാജ്യം ഒട്ടാകെയാണ് കേസിന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ പക്ഷം നോട്ടീസ് വരും അവരുടെ കോടതിയിൽ വരുമ്പോഴത്തേക്കും. അവസാനം കോടതി എന്താ ചെയ്യുന്നത്? കോടതി പിന്നെ ഇത് ചെയ്യും, അതിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യും. വാറണ്ട് ഇഷ്യൂ ചെയ്ത് അവിടെ കിടക്കും. എപ്പോഴെങ്കിലും അവർക്ക് തോന്നുകയാണ് ഈ പാർട്ടിയെ ഒന്ന് പൊക്കിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. കേരള പോലീസ് തന്നെ അവരെ സഹായിക്കേണ്ടി വരും. കാരണം അതാണ് നിയമം. ഇവരെ കോടതിയിലേക്ക് അയക്കുന്നു, നോട്ടീസ് കോടതി നൽകി കഴിയുമ്പോൾ കോടതിയിലേക്ക് ഇവർ ഹാജരാകുന്നില്ല എന്ന് കരുതുക. 3 തവണ ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായി വാറണ്ട് ഉണ്ടാവും. ആ വാറണ്ട് പോലീസുകാരന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പോലീസുകാരൻ ഏത് നിമിഷം വേണമെങ്കിലും വരാം, ഇവിടുന്ന് പോകാൻ പറ്റും. ഏതായാലും കുറെ സംസ്ഥാനങ്ങളെ കാണും, കയ്യിൽ ക്യാമറ ഉള്ളത് നന്നായി, ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യാൻ പറ്റും. രാജസ്ഥാൻ, ദില്ലി, മധ്യപ്രദേശ് തുടങ്ങിയിടത്തൊക്കെ ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത ആവേശം കൊള്ളരുത്. എല്ലാത്തിനും ഒരു ലിമിറ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ആകാശം മുട്ടയുള്ളതല്ല, അതിനൊരു അതിർവരമ്പുണ്ട്. അത് എല്ലാ രാജ്യത്തുമുണ്ട്. അതിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റുകൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് വായി വരുന്നൊക്കെ തുറന്നു പറയുക എന്നുള്ളതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ റോഡിൽ ഇറങ്ങി തുണിയില്ലാതെ നടന്നാൽ പോരെ? നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? പറ്റില്ലല്ലോ. എന്നാൽ റോഡിൽ ഇറങ്ങി തെരുവിളിച്ചുകൊണ്ടൊന്നും നടക്കാത്തത് പറ്റില്ലല്ലോ. നോക്ക്, ഇതിലൊക്കെ ഇവിടെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ മാന്യത കാണണ്ട. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർ പ്രകടനം നടത്തി കഴിയുമ്പോൾ അത് CPM അടക്കം ചെയ്യാറുണ്ട് കേട്ടോ. അവരുടെ പ്രകടനത്തിൽ മോശം മുദ്രാവാക്യം വന്നു കഴിഞ്ഞാൽ അവർ മാപ്പ് പറയുകയില്ലെങ്കിൽ അതിനകത്ത് നടപടിയെടുക്കുക അവർ ചെയ്യും. ഈ ചിന്ത നയിച്ച ഒരു മാർച്ചിനകത്ത് അവര് ജെറോം നയിച്ച ഒരു മാർച്ചിൽ അവർ ഒരു മോശം പദപ്രയോഗം നടത്തി. അവസാനം അവരത് അങ്ങനല്ല ഇങ്ങനല്ല നമ്മൾ മാപ്പ് പറഞ്ഞ് ഊരേണ്ടി വന്നു. എന്തിനാ CPM അത് ഊരുന്നത്? CPM വളരെ ശക്തമായ ഒരു പാർട്ടിയല്ലേ. മുദ്രാവാക്യം അച്ഛനില്ല നേരത്ത് അമ്മയുണ്ടായ ചെറ്റകളെ എന്നായിരുന്നു ആ മുദ്രാവാക്യം. അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം. അവസാനം അതിൽ നിന്ന് അവർ വലിയ മാപ്പ് പറഞ്ഞു. അവരുടെ പാർട്ടിയുടെ ടോപ്പ് ലീഡേഴ്സ് തന്നെ വന്നിട്ട് അതിനെ എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നു. അതെല്ലാ പാർട്ടിയും ചെയ്യാറുള്ളത്. അതാണ് ഈ പാർട്ടിയോട് ജനങ്ങൾക്കുള്ളൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ. അതാ CPM സംബന്ധിച്ച് അവർ വളരെ ശക്തമാണ്. കേരളത്തിൽ അവർക്ക് ആ സ്റ്റാൻഡിൽ നിന്നൂടെ അവർ നിന്നില്ലല്ലോ. അതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കൂടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചോദിക്കും നിങ്ങൾ ഈ പണിയല്ലേ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ആ പണിയല്ല ചെയ്യുന്നത്. ഞങ്ങൾ 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ് ഇതിനകത്തൊന്നും ക്ഷാപ്പണിയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് PG എടുത്തിട്ട് ഇതിനകത്ത് എക്സ്പീരിയൻസ് മറ്റു ചാനലുകൾ നടത്തിയിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്. അത് തന്നെ രണ്ടും രണ്ടാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. തെറ്റ് പറഞ്ഞ തെറ്റാണ്. അതായത് നമ്മൾ ഈ ഫേക്ക് ആയിട്ടുള്ള വാർത്ത കൊടുക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അനുബന്ധിച്ചുള്ള ലിങ്കുകളോ കാര്യങ്ങളോ ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നടപടികളൊക്കെ പോകാം. വ്യക്തിഹത്യ ചെയ്യരുത്, വ്യക്തി അപമാനിക്കരുത്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു ഇരട്ടത്താപ്പ്, കേരളത്തിലെ ഈ പ്രബുദ്ധ കമ്മികളുടെ ഒരു ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കണമല്ലോ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും ഇത്ര ലൈംഗികപരമായിട്ട് അധിക്ഷേപിച്ച് അത് അവർക്ക് അമൃതാണ്. അതേസമയം കേരളത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നുണ്ട്. അതെന്താണ് ഈ കേരളത്തിന് അങ്ങനെ ഒരു സ്വഭാവം? കേരളത്തിന്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല്, കേരളത്തിലെ ഏതാണ്ട് ഒരു ആന്റി BJP, ആന്റി ഹിന്ദു ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൈൻഡുള്ള ജനമാണ് കേരളത്തിൽ കിടക്കുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, സംഘടിത ന്യൂനപക്ഷ ഏറ്റവും ശക്തമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംഘടനകൾക്കിടയിൽ ഇത്തരം ഈ ഹൈന്ദവ BJP മോദികൾക്കെതിരെ ഒരു വലിയ മൂവ്മെന്റ് എല്ലാ കാലത്തുമുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. അതാണ്. അപ്പോൾ തന്നെ 50% മാറി. 3.5 കോടി ജനത്തിന്റെ 50% അവിടെ മാറി. ഏതാണ്ട് ഒരു 1.25 കോടിയോളം ജനം അവിടെ തന്നെ മാറി. പിന്നുള്ളത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാംസ്കാരികപരമായ ഒരു തകർച്ച ഉണ്ടായാലും വിദ്യാഭ്യാസപരമായ തകർച്ച ഉണ്ടായാലും മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റൂ. അവർ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ അവർ അതാ ചെയ്തത്. കാരണം ഇവന് വിവരവും വിദ്യാഭ്യാസവും വെച്ചു പോയാൽ, കഴിഞ്ഞ ദിവസം ധനുഷ് പറഞ്ഞൊരു വലിയ കോമഡി എനിക്ക് ഇപ്പോഴും ഓർമ്മ വരികയാണ്. 20 വയസ്സ് വരെ ഞാൻ SFI ആണ്. ജോലിയെ കിട്ടി വിവരം വെച്ച് കഴിയുമ്പോൾ ഞാൻ റൈറ്റ് വിങ്ങിലേക്ക് മാറും. അതായത് BJPയോ RSSോ ആയിട്ട് ഞാൻ മാറും. കാരണം വിവരം വെച്ചല്ലോ. അപ്പൊ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മാറും. അതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. അതായത് കറക്റ്റ് പൊളിറ്റിക്സ് അതാണ്. അപ്പം ഇങ്ങനെ വരും. അവരെയും കൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 2-2.5 കോടിക്കടുത്ത് ഈ ടീമുകളെല്ലാം വരും. അപ്പം അവർ എപ്പോഴും ആന്റി BJP, ആന്റി ഹിന്ദു, അതെടുത്ത് പറയണം. ആന്റി ഹിന്ദു, ആന്റി BJP, ആന്റി മോദിയാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ ഇവരുടെ ബലത്തിലാണ് ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം നിൽക്കുന്നത്. കാരണം റീച്ച് വേണം, വ്യൂസ് വേണം. വ്യൂസിന് വേണ്ടിയിട്ടും കയ്യടിക്ക് വേണ്ടിയിട്ടും ലൈക്കിന് വേണ്ടിയിട്ടുമൊക്കെ അവര് ഈ ഒരു മെത്തേഡിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതാണ് കേരളത്തിലേക്ക് ഉള്ള കാര്യം. അതുകൊണ്ടാണ് കേരളത്തില് നമ്മുടെ പണ്ട് മലയാളത്തിൽ കോമഡി പറയത്തില്ലേ, അതായത് പണമുള്ളവൻ ഇട്ടാൽ ബെർമൂഡ, പണമില്ലാത്തവൻ ഇട്ടാൽ വള്ളിക്കളസം എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതാണ് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനെതിരെ നടപടി എടുത്തേ മതിയാവും. കാരണം ഇന്നിപ്പം മോദിക്കെതിരെ പറഞ്ഞാൽ, ഇവിടെ VD സതീശനെതിരെ പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി എടുത്തില്ലേ അദ്ദേഹം കയറിയതിനു ശേഷം?
അതെ അതെ അപ്പം അതെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മോദിയോ VD സതീശനോ പിണറായി വിജയനോ പൊളിറ്റിക്സ് അല്ല ഇതിനകത്ത്. നാളെ നമുക്കെതിരെയും നമ്മുടെ അമ്മയ്ക്കെതിരെയും നമ്മുടെ കുടുംബത്തിനെതിരെയും നമ്മുടെ ഭാര്യക്കെതിരെയും ഒക്കെ ഇത്തരം കമന്റുകൾ വരാനുള്ള ഇങ്ങനെയുള്ളവർക്ക് വളം വെച്ച് കൊടുത്താൽ എന്തുകൊണ്ടാണ് ഈ രാജ്യം മുഴുവൻ അമിത്ഷാ ഇപ്പോൾ ഈ ഫോറൻസിക് ലാബ് തുടങ്ങി. ഫോറൻസിക് ലാബ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കൊലപാതകമൊക്കെ നടന്നിട്ട് എന്താണ് മറ്റേ ഡെഡ് ബോഡിയുടെ ഇത് നോക്കാം, ആ ലാബല്ല. ഫോറൻസിക് ലാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഈ ഫോറൻസിക് ലാബ് എന്തിനാ തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റിലും തുടങ്ങിയിട്ടുണ്ട്. അതിന് കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു 2500 പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ പരിശീലനത്തിന് പോയിരുന്നു. അത് തുടങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈം ആണ് ഇനി ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ സൈബർ ക്രൈം വരുമ്പോൾ ഇത് കറക്റ്റ് ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫോറൻസിക് ലാബ് വെച്ചിരിക്കുന്നത്. ഏത് IP നിന്ന് പോയി, ഏത് IP അഡ്രസ്സിൽ നിന്ന് പോയി എന്നൊക്കെ അറിയാം. ഈ ഫേക്ക് അഡ്രസ് ചാറ്റ് ചെയ്യുന്നവരും പോസ്റ്റ് ഇടുന്നവരും അറിയാത്തൊരു കാര്യം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിനൊരു IP നമ്പർ ഉണ്ട്. എല്ലാവരുടെ ഫോണിന്റെ IP നമ്പർ വ്യത്യസ്തമാണ്. ആ IP നമ്പർ പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈസിക്ക് പൊക്കാൻ മേലെ, അതോ നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് കൊളത്തിക്കളയോ? കൊളത്തിക്കളഞ്ഞാലും പൊക്കാൻ പറ്റും. അല്ലാതെ മറ്റേ ദൃശ്യം സിനിമയിലെ കണക്ക് ചാറ്റ് ചെയ്തിട്ടെടുത്ത് ലോറിക്കകത്തിട്ട് കഴിഞ്ഞ കേസ് അത് സിനിമയാണ്, ഇത് റിയൽ ലൈഫാണ്. കാരണം റീൽ ഏതാണെന്ന് അറിയാത്തതാണ് ഒരുപാട് പേര്. പക്ഷെ എനിക്ക് തോന്നുന്നത് കേന്ദ്രം ഒരു നിയമം അടിയന്തരമായി കൊണ്ടുവരുന്നുണ്ട്. 2019 ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന BJPയുടെ അധ്യക്ഷനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത്, കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് IT ഒരു വലിയ നിയമം കൊണ്ടുവന്നു. അതിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അതിനെ എതിർത്തു. അതിനുശേഷം 73 ഭേദഗതി കരട് ബില്ലിന് വന്നിരുന്നു. ആ ബില്ല് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എല്ലാത്തിനും ഒരു അക്കൗണ്ടബിലിറ്റി ആവശ്യമാണ്. കാരണം ഇത് ആരാണ് ഇത് വിടുന്നത് നമുക്ക് അറിയണ്ടേ. വിദേശത്തു നിന്ന് വരുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. ഇപ്പം കറക്റ്റ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണം കേന്ദ്ര സർക്കാർ. അതിന്റെ നടപടികൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ട്രയൽ ഒരു 6-7 മാസം മുമ്പ് അതിന്റെ ട്രയൽ തുടങ്ങിയിരുന്നവർ. അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുമായിട്ട് ഇത് ലിങ്ക് ചെയ്തുകൊണ്ട് മാത്രമേ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. അത് 2-3 കാറ്റഗറി ഉണ്ട് അതിനകത്ത്. ന്യൂസ് സെക്ഷൻ വേറെയാണ്, അതുപോലെ തന്നെ വ്ളോഗേഴ്സിൻ്റെത് വേറെയാണ്, അതുപോലെ തന്നെ ഈ ഐറ്റംസ് എന്താ പറയുക നമ്മുടെ ഓരോ ഡ്രസ്സും കോസ്മെറ്റിക്കും ഒക്കെ ഇത് ചെയ്യില്ല, എന്തായാലും പ്രൊമോട്ട് ചെയ്യണം, അവർക്കുള്ളത് വിങ് വേറെയാണ്. അത് രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം പ്രവർത്തിക്കാവുന്ന ഒരു നിയമമാണ്. ഇത് എല്ലാ രാജ്യത്തും ഇപ്പൊ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ചിലപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിന് അത് ഉണ്ടാകുമോ എന്നറിയില്ല. അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മസ്റ്റായിട്ടുണ്ടാകും. ഇതിനകത്ത് ഇപ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും എതിർക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് എനിക്ക് തോന്നുന്നില്ല. അഥവാ എതിർക്കുകയാണെങ്കിൽ അവരുടെ പേരിന് വേണ്ടി ഒരു എതിർപ്പ് മാത്രമേ എതിർക്കാൻ സാധ്യത ഉള്ളൂ. ഏതായാലും മാപ്പിൽ ഒതുങ്ങില്ല ഈ കാര്യം. ശക്തമായ നടപടിയുമായി പോകും. ഇനി സർക്കാരുകൾ ഉഴപ്പിയാൽ പോലും ഈ നടപടിയുമായി പൊതുജനം ഇപ്പോൾ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് ധനുഷ് ഇപ്പൊ പറഞ്ഞത്. ഈ ഫോട്ടോ ഇട്ടിട്ട് ഇതിന്റെ അഡ്രസ്സ് തരുമെന്ന് പറയുന്നത്.